എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി റിവിഷൻ ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. PSC പരീക്ഷകളിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു ഭാഗമാണ് നവോത്ഥാനം. ഇന്നു മുതൽ നമ്മൾ നവോത്ഥാനത്തിൻ്റെ ഒരു സീരീസാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ആദ്യമായിട്ട് നോക്കുന്നത് നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായ പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്ന് നമുക്ക് നവോത്ഥാന നായകരിൽ പ്രമുഖനായ പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് നോക്കാം. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് 1885 മെയ് 24-നാണ്. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് 1885 മെയ് 24-നാണ്. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലം ചേരാനെല്ലൂർ, എറണാകുളം. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലം എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലം എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ. പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാല്യകാല നാമം ശങ്കരൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാല്യകാല നാമമാണ് ശങ്കരൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗുരു അഴീക്കൽ വേലുവൈദ്യൻ. എന്താണ്? പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗുരുവാണ് അഴീക്കൽ വേലുവൈദ്യൻ. കൊച്ചി നാട്ടുരാജ്യത്തിനുള്ള ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. എന്താണ്? കൊച്ചി നാട്ടുരാജ്യത്തിനുള്ള ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിനു വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. അപ്പോൾ അരയ സമുദായത്തിൻ്റെ, ഏത് സമുദായത്തിൻ്റെയാണ്? അരയ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പ്രവർത്തകനാണ് അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ 1907. അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. എന്നാണ് വർഷം? 1907. 1907 അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ഇവിടെ കറക്റ്റായിട്ട് പഠിക്കണം. എന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് മാത്രം വ്യത്യാസമുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇവിടെ കറക്റ്റായിട്ട് പഠിക്കുക. കൊച്ചിൻ പുലയ മഹാസഭ. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ചു നൽകിയത് മംഗലപ്പിള്ളി കൃഷ്ണൻ ആശാൻ. എന്താണ്? പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ചു നൽകിയത് ആരാണ്? മംഗലപ്പിള്ളി കൃഷ്ണൻ ആശാൻ. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതി കുമ്മി. ഒരുപാട് ആവർത്തിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ജാതി കുമ്മി ആരുടെ കൃതിയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരുടെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതിയാണ്. ഇതിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതി കുമ്മി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം. എന്താണ്? അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം. ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ സഹായിച്ച കറുപ്പൻ്റെ പ്രധാന രചനകളാണ് ഉദ്യാനവിരുന്ന്, ബാലകലേശം. അപ്പോൾ നമ്മളിവിടെ 4 കൃതികളാണ് പഠിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ജാതി കുമ്മി, ആചാരഭൂഷണം, ഉദ്യാനവിരുന്ന്, ബാലകലേശം. അപ്പോൾ ഉദ്യാനവിരുന്നും ബാലകലേശവും എന്തിനെ പറ്റിയുള്ള രചനകളാണ്? ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ സഹായിച്ച കറുപ്പൻ്റെ പ്രധാന രചനകളാണ് ഉദ്യാനവിരുന്ന്, ബാലകലേശം. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പണ്ഡിറ്റ് KP കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ വർഷം 1925. വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. എന്താണ്? പണ്ഡിറ്റ് KP കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷമാണ് 1925. അരയ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ സ്ഥാപിച്ച സഭയാണ് വാല സമുദായ പരിഷ്കാരിണി സഭ. ഇതൊക്കെ പ്രീവിയസ് ആണ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അരയ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ
തേവരയിൽ സ്ഥാപിച്ച സഭ. അതും ഏത് സ്ഥലമാണെന്നും കൂടി ഓർത്തു വെക്കണം. തേവരയിൽ സ്ഥാപിച്ച സഭയാണ് ബാലസമുദായ പരിഷ്കാരിണി സഭ. ഒന്നുകൂടി നോക്കാം. അരയ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ സ്ഥാപിച്ച സഭയാണ് ബാലസമുദായ പരിഷ്കാരിണി സഭ. ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. എന്താണ്? ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. 1913 ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. അപ്പോൾ കായൽ സമ്മേളനം ഏത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വർഷം എന്നാണ്? 1913. 1913 ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. 1922 അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. എന്താണ്? 1922 അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരി 2013. എന്താണ്? ആദ്യത്തെ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് ആരാണ്? സുഗതകുമാരിയാണ്. ഏത് വർഷം? 2013. 2013 സുഗതകുമാരിക്ക് പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ചു. പണ്ഡിറ്റ് കറുപ്പൻ മരണമടഞ്ഞത് 1938 മാർച്ച് 23. പണ്ഡിറ്റ് കറുപ്പൻ മരണമടഞ്ഞ വർഷം എന്നാണ്? 1938 മാർച്ച് 23. ഒരുപാട് ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. പ്രീവിയസ് ആണ്. ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. അടുത്ത പ്രീവിയസ് വരുന്നു. പണ്ഡിറ്റ് കറുപ്പന്റെ ഗൃഹത്തിന്റെ പേര്? സാഹിത്യ കുടീരം. എന്താണ്? പണ്ഡിറ്റ് കറുപ്പന്റെ ഗൃഹത്തിന്റെ പേരാണ് സാഹിത്യ കുടീരം. കവി തിലകൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. കവി തിലകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പന് കവി തിലകം പട്ടം നൽകിയതാര്? കൊച്ചി മഹാരാജാവ്. എന്താണിവിടെ? കവി തിലകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ എങ്കിൽ കവി തിലക പട്ടം നൽകിയത് ആരാണ്? അത് കൊച്ചി മഹാരാജാവാണ്. പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അതും കൊച്ചി മഹാരാജാവ് തന്നെയാണ്. പണ്ഡിറ്റ് കറുപ്പന് കവി തിലകം പട്ടം നൽകിയത് ആരാണ്? അത് കൊച്ചി മഹാരാജാവാണ്. അതേപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചതും ആര് തന്നെയാണ്? അതും കൊച്ചി മഹാരാജാവ് തന്നെയാണ്. പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ഇവിടെ മാറിപ്പോകരുത്. പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. എന്നാണ് വർഷം? 1913. അപ്പോൾ പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. വർഷം 1913. കല്യാണിദായിനി സഭ സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂർ. എവിടെയാണ്? കൊടുങ്ങല്ലൂർ. കല്യാണിദായിനി സഭ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ്. ജ്ഞാനോദയം സഭ സ്ഥാപിക്കപ്പെട്ടത് ഇടക്കൊച്ചി. ഇത് ഓരോ സഭയും ഓരോ സ്ഥലവും നമ്മൾ പ്രത്യേകം പഠിച്ചു വെക്കണം. ജ്ഞാനോദയം സഭ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇടക്കൊച്ചി. സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് തേവര. എന്താണ്? സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് തേവരയിലാണ്. പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് വടക്കൻ പറവൂർ. പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് വടക്കൻ പറവൂരിലും. അരയ വംശോദ്ധാരണി സഭ സ്ഥാപിക്കപ്പെട്ടത് ഏങ്ങണ്ടിയൂർ. എന്താണ്? അരയ വംശോദ്ധരണി സഭ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഏങ്ങണ്ടിയൂർ. സന്മാർഗ പ്രദീപ സഭ സ്ഥാപിക്കപ്പെട്ടത് കുമ്പളം. എന്താണ്?
സന്മാർഗ പ്രദീപ സഭ സ്ഥാപിക്കപ്പെട്ടത് കുമ്പളം. KP കറുപ്പൻ്റെ മുഴുവൻ പേര് പൂർണ്ണനാമം എന്താണ്? കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ. KP കറുപ്പൻ്റെ പൂർണ്ണനാമമാണ് കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ യഥാർത്ഥ പേര് ശങ്കരൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ യഥാർത്ഥ പേരെന്താണ്? ശങ്കരൻ. പണ്ഡിറ്റ് കറുപ്പിൻ്റെ പിതാവിൻ്റെ പേരാണ് പപ്പു. പണ്ഡിറ്റ് കറുപ്പൻ്റെ പിതാവിൻ്റെ പേര് പപ്പു. മാതാവിൻ്റെ പേര് അല്ലെങ്കിൽ അമ്മയുടെ പേര് കൊച്ചുപെണ്ണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ പിതാവിൻ്റെ പേര് പപ്പു, മാതാവിൻ്റെ പേര് കൊച്ചുപെണ്ണ്. ഇനി ഭാര്യയുടെ പേര് കുഞ്ഞമ്മ. പണ്ഡിറ്റ് കറുപ്പൻ്റെ ഭാര്യയുടെ പേര് കുഞ്ഞമ്മ, മകളുടെ പേര് പാർവതി. പണ്ഡിറ്റ് കറുപ്പൻ ഏതു സമുദായത്തിൽപ്പെട്ടയാളാണ്? ധീവര സമുദായം അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി. ഇത് പ്രീവിയസ് ആണ്. പണ്ഡിറ്റ് കറുപ്പൻ ഏതു സമുദായത്തിൽപ്പെട്ട ആളാണ്? ഏതു സമുദായമാണ്? ധീവര സമുദായമാണ്. ധീവര സമുദായം അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി. കായൽ സമ്മേളനത്തിന്റെ നേതാവ് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് കായൽ സമ്മേളനം നടത്തിയത്. എന്നാണ് നടന്നത്? കായൽ സമ്മേളനം നടന്നതെന്നാണ്? 1913 ഫെബ്രുവരി 14. കായൽ സമ്മേളനം നടന്നത് 1913 ഫെബ്രുവരി 14. കായൽ സമ്മേളനം നടത്തിയ കായൽ കൊച്ചി കായൽ. കായൽ സമ്മേളനം നടത്തിയ കായൽ ഏത് കായലിൽ വെച്ചിട്ടാണ് കായൽ സമ്മേളനം നടന്നത്? അത് കൊച്ചി കായലാണ്. ഇനി നമുക്ക് പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലങ്കാമർദ്ദനം, ജാതിക്കുമ്മി, ബാലകലേശം, ശ്രീബുദ്ധ, പഞ്ചവടി, അരയപ്രശസ്തി, കൈരളി കൂത്തുങ്കം, കാവ്യപീഠകം, കാളിയമർദ്ദനം, ആചാരഭൂഷണം, ഭാഷാഭൈമി പരിണയം, ധീവര തരുണിയുടെ വിലാപം, ഉദ്യാനവിരുന്ന്, മഹാസമാധി, മംഗളമാല, ചിത്രലേഖ, സൗദാമിനി, സംഗീത നൈഷധം, ശാകുന്തളം വഞ്ചിപ്പാട്ട്, ധ്രുവചരിതം, രാജരാജപർവം, സ്തോത്രമന്ദരം. ഇതൊക്കെ പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിത സ്തോത്രമന്ദാരം. പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിതയാണ് സ്തോത്രമന്ദാരം. ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യ പുസ്തകമാണ് ജാതിക്കുമ്മി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയും ചോദ്യം ചെയ്യുന്ന മലയാളത്തിലെ ആദ്യ സാഹിത്യ പുസ്തകമാണ് ജാതിക്കുമ്മി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ അവബോധം സൃഷ്ടിക്കാൻ പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ പുസ്തകമാണ് ആചാരഭൂഷണം. അന്ധവിശ്വാസങ്ങൾക്കെതിരെ അവബോധം സൃഷ്ടിക്കാൻ പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ പുസ്തകമാണ് ആചാരഭൂഷണം. പണ്ഡിറ്റ് KP കറുപ്പൻ അന്തരിച്ചത് 1938 മാർച്ച് 23 പ്ലൂറിസി രോഗം ബാധിച്ചാണ്. 1938 മാർച്ച് 23 പ്ലൂറിസി രോഗം ബാധിച്ചിട്ടാണ്. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമ വായനശാലയുടെ സ്ഥാപകൻ AK വേലപ്പൻ. എന്താണ്? പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമ വായനശാലയുടെ സ്ഥാപകനാണ് AK വേലപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ സമ്മാനം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ വിചാര വേദിക്ക്. എന്താണ്? പണ്ഡിറ്റ് കറുപ്പൻ സമ്മാനം സ്ഥാപിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പൻ വിചാര വേദി. പണ്ഡിറ്റ് കറുപ്പൻ സമ്മാനം നേടിയ ആദ്യ ജേതാവ് സുഗതകുമാരി. സുഗതകുമാരിക്ക് 2013 പുരസ്കാരം ലഭിക്കുന്നത്. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന പുസ്തകം എഴുതിയത് ഗോപിനാഥ് പനങ്ങാട്. എന്താണ്? പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന പുസ്തകം എഴുതിയത് ഗോപിനാഥ് പനങ്ങാട്. പണ്ഡിറ്റ് കറുപ്പൻ എന്ന പുസ്തകം എഴുതിയത് രാജേഷ് K എരുമേലി. പണ്ഡിറ്റ് കറുപ്പൻ എന്ന പുസ്തകം എഴുതിയത് രാജേഷ് K എരുമേലി. താങ്ക് യു.